വെൽക്കം ബാക്ക് അഗൈൻ. ബിനു ആണ്. അപ്പം രാവിലെ തന്നെ ഞാനും ദാസപ്പനും പതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കുവാണ്. ഇവിടുന്ന് മൊത്തം 18 വളവാണ്. ഈ 18 വളവിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ ദാസപ്പനെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടുന്ന് ആരംഭിക്കുവാണ്. മൊത്തം 18 വളവ്. അപ്പം നമ്മളിപ്പോൾ യാത്ര ആരംഭിക്കും. നമ്മൾ 16ാമത്തെ വളവ് മുതലാണ് ആരംഭിക്കുന്നത്. അപ്പം ഇവിടുത്തെ വഴികളൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അതുപോലെ ചരക്ക് ലോറികളുടെ ഒഴുക്കാണ്. അതായത് ചെറിയ ചെറിയ വണ്ടികളും തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടികളും കേരളത്തിൽ നിന്നുള്ള വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഒഴുകുന്നുണ്ട് കേട്ടോ. ഒഴുകുന്നല്ല പോകുന്നുണ്ട്. അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം ഈ റൂട്ടിൽ നമ്മൾ കമ്പം വരെ നമുക്ക് ഇച്ചിരി ഡേഞ്ചറായിട്ടുള്ള വഴിയാണ് കേട്ടോ. അപ്പം ഇവിടെ ഇഷ്ടംപോലെ കാട്ടുമൃഗങ്ങളുണ്ട്, കുരങ്ങുണ്ട്, മാവുണ്ട്, കേഴയുണ്ട്, പുലിയുണ്ടോ നമുക്കറിയില്ല. പക്ഷേ പുലിയുടെയൊക്കെ ഒരു അപായ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഉള്ളോട്ടൊന്നും കയറുന്നില്ല. അപ്പോൾ വഴിയിലൂടെയുള്ള ഒരു യാത്രയാണ് കേട്ടോ. അപ്പം ദാസപ്പൻ്റെ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ താഴെ നിന്ന് വെളിയിൽ നിന്ന് തുടങ്ങിയത് ഇതുണ്ടോ, എഴുതിയിരിക്കുന്ന പേരുണ്ട്. ഇതൊന്നും നമുക്കൊന്നും വായിക്കാൻ പറ്റത്തില്ല. തമിഴ് അതിൻ്റെ പേരിൽ ഉണ്ടോ. ഇതൊരു വളവാണ്. പക്ഷേ റോഡിൻ്റെ രണ്ട് സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ നല്ല കട്ട ഫോറസ്റ്റാണ് കേട്ടോ. മൊത്തം വള്ളികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇല്ലിക്കൂട്ടങ്ങളൊക്കെ കൂടുതൽ. പക്ഷേ ഇങ്ങോട്ടൊക്കെ നല്ല പച്ചപ്പാണ് കേട്ടോ. ഉണക്കം ആരംഭിച്ചിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചൂട് കൂടുതലൊരു പ്രദേശമാണ്. പക്ഷേ എന്നാൽ പോലും ഈ തമിഴ്നാടും കേരളവുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. എന്നാൽ പോലും ഇവിടുത്തെ മരങ്ങളുടെയൊക്കെ പച്ചപ്പ് കണ്ടിട്ട് നല്ല ഇന്നലെ മഴ പെയ്ത പോലെയാണ്. പക്ഷേ കേരളത്തിൽ അവിടെ അങ്ങും ഇങ്ങുമൊക്കെ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഇങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടില്ല. എന്നാൽ പോലും ഇവിടുത്തെ പച്ചപ്പ് നല്ലതാണ് കേട്ടോ. നല്ലൊരു തണുപ്പും. പക്ഷേ നേരെ താഴോട്ട് ചെന്ന് കഴിയുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ. കമ്പത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ തമിഴ്നാട്ടിൽ പിന്നെ ഓടിക്കുന്നവനും വേണ്ട, പുറകിരിക്കുന്നവനും വേണ്ട ഹെൽമെറ്റ് കേട്ടോ. എന്നാൽ പോലും ഒരു പിക്കപ്പ് കയറുന്ന ലോഡാണ് ഈ ബൈക്കുകളിലൊക്കെ ഇവർ കൊണ്ടുപോകുന്നത്. നല്ല അതിസുന്ദരമായിട്ടുള്ള കാഴ്ചയാണ്. നല്ല മരങ്ങളൊക്കെ ഇഷ്ടംപോലെ നല്ല പൂത്ത് തളർത്ത് നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ എന്താണെന്നല്ല, ഇവിടുത്തെ വേനൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് വേനൽ ആരംഭിച്ച് കഴിഞ്ഞാൽ ഇതവിടെ ഉണങ്ങും കേട്ടോ. ഇത് നല്ല കാഴ്ചകളാണ് എനിക്ക്. കമ്പം ഇനി 11 കിലോമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മധുര 127 കിലോമീറ്റർ. സെറ്റ് കാഴ്ചയാണ് കേട്ടോ. അല്ല അടിപൊളി വളവ്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇതിലുള്ള യാത്രയൊക്കെ വെച്ചാൽ ദുർഘടമാണ് കേട്ടോ. എന്നാലും നമ്മൾ ആ മെയിനായിട്ടുള്ളൊരു വളവ് നമ്മൾ കഴിഞ്ഞിട്ടാണ് വെൻട്രോയ്ക്ക് എടുത്ത് പോരുന്നത്. ഒരു കാലഘട്ടങ്ങളിൽ ഇതിലെയാണ് കേട്ടോ നമ്മുടെ കേരളത്തിലോട്ട് ഏറ്റവും കൂടുതൽ പോത്തും കാളയനൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് കേട്ടോ. കണ്ടോ, ഇതൊരു വളവാണ്. ഇതൊരു പൂവിൻ്റെ പേരാണ് കേട്ടോ. ഇഷ്ടം പോലെ നമ്മുടെ വാനരന്മാർ, കുരങ്ങന്മാരിരിപ്പുണ്ട് കേട്ടോ. ശല്യങ്ങളൊന്നുമില്ല. ഇത്ര നേരം ദാസപ്പൻ്റെ അടുത്തായിരുന്നേ. ഇതൊരു ഗണപതി കോവിലാണ്. ഇത് തന്നെയാണ് ഗണപതി കോവിലാ. മുരുകൻ ഗണപതി, മുരുകൻ മാരിയമ്മൻ കോവിൽ. അപ്പോൾ ഇവിടെ കുറച്ച് പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ വെള്ളമൊക്കെ കേട്ടോ. അത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള കുരങ്ങന്മാർക്ക് വെള്ളം കുടിക്കുകയാണ്. വരുന്നവരൊക്കെ വെള്ളം നിറച്ചിട്ട് പോകും. ഇതാണ് ഇവിടെ ഇവിടുത്തെ കോവിൽ കേട്ടോ. അപ്പോൾ നമുക്കൊരു മണിയൊക്കെ അടിച്ച് വന്നപ്പം അങ്ങനെയായിട്ട് ചോദിച്ചു. കാരണം പറഞ്ഞാൽ ഇവിടെ ഒരു വളവത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പോകുന്നവർ കൂടുതലും ഫോണൊന്നും യൂസ് ചെയ്യാതെ വേണം പോകണം. വഴി ഭയങ്കര ഡേഞ്ചറാണ്. അപ്പം അതുപോലെ പോകാവുള്ളൂ. വണ്ടി ഓടിക്കും ഫോൺ ചെയ്യരുതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടം പോലെ ഇതുണ്ട്. ഇതേ വരുന്നു മാറി. ഇത്ര നേരം എൻ്റെ ദാസപ്പൻ്റെ മുതുത്തായിരുന്നു. എല്ലാം വലിച്ചു പറിച്ചോ നിർത്തില്ല. അത് ചാവി പിടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചാവി ഉണ്ടോ നിർത്തില്ല, നോക്കാം. അതെ, വണ്ടി ചാവി ഉണ്ടോ? നിനക്കൊന്നും തരാനൊന്നും എൻ്റെ ഇല്ല. വെള്ളം മതിയോ? അങ്ങനെ അടിച്ച് മുപ്പിച്ചിരിക്കുകയാണല്ലോ. ഓഹോ, ഒരുപാടെണ്ണം ഉണ്ടല്ലോ. വരുന്നോ? അമ്മ വരുന്നോടാ. വാ, വാടാറങ്ങി. ആ മരത്തെ നിറച്ച്
നിറച്ച് കുരങ്ങന്മാർ. നമ്മുടെ ദാസപ്പനെ പൊതിരിക്കുമായിരുന്നു. പക്ഷേ കുരുത്തതിന് ഇതെല്ലാം ഒന്നും തിന്നാനൊന്നുമില്ല. ചാവിയെ പിടിച്ച് അമ്മ കൂരാറത്തില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ ഇപ്പോൾ ഒരു കാഴ്ച കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇതാണ്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ ഈ റൂട്ട്. ഇങ്ങോട്ട് നല്ല തണുപ്പാണ് കേട്ടോ. മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതുണ്ടോ, ഇതുപോലെ നമ്മുടെ കേരളത്തിലും വേണം കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ ഈ ഒരു സാധനത്ത് ഇത് കറങ്ങുന്നതാണ്. ഈ വാരിക്കേട് കണ്ടോ, എന്നാ കണ്ടോ, ഇത് കറങ്ങുന്നതാണ് കേട്ടോ. ഇതേ വന്ന് അവിടുന്ന് വണ്ടികൾ വന്ന് ഇതേ മുട്ടിക്കഴിഞ്ഞാൽ ഈ ചക്രം കറങ്ങിയിട്ട് വണ്ടി അകത്തേക്ക് വരും കേട്ടോ. വെളിയിലോട്ട് ഒരു കാരണവശാലും പോകത്തില്ല. ഇതുപോലെ വേണം നമ്മുടെ കേരളത്തിലും വേണം ഇതുപോലത്തെ ഈ വാരിക്കേട് കണ്ടോ. വണ്ടി വന്നത് മുട്ടിക്കഴിഞ്ഞാൽ വണ്ടി അകത്തോട്ടേ വരുള്ളൂ, പുറത്തോട്ട് പോകത്തില്ല. ഈ സാധനം കണ്ടോ നാട്ടിൽ കറങ്ങുന്ന കേട്ടോ. ഇത് റബ്ബറല്ല, ഇതൊരു ഫോമാണ്. വണ്ടിക്കും വലിയ പരിക്ക് പറ്റത്തില്ല. ഇത് കണ്ടോ, ഇതിങ്ങനെ കറങ്ങുന്നതാണ്. എല്ലാവരും ഒരു ചക്രം പോലാണ്. പറ്റല്ലേ? ഇതുപോലെ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിലും ഒരുപാട് മരണങ്ങൾ കുറവുണ്ട് കേട്ടോ. അപകട മരണങ്ങൾ കുറവ് വരും കേട്ടോ. സെറ്റാണ് കേട്ടോ. അപ്പം നമ്മളിവിടുന്ന് അങ്ങനെ ഇത് കുറച്ചിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇനി താട്ടുണ്ടോയെന്നറിയില്ല. സെറ്റാണ് കേട്ടോ. ഒത്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ കയറാൻ നല്ലതാണ് കേട്ടോ. ഈ തമിഴ്നാട് സർക്കാർ ചെയ്തിരിക്കുന്നത് ഇതാണ് സാധാരണ വാരിക്കേട്. ഇതൊക്കെ അവർ ഒഴിവാക്കിയിട്ടാണ് അവരെ വെച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇത് ഒരു കാരണവശാലും വണ്ടിക്കും കുഴപ്പമില്ല. വണ്ടി റോട്ടിൽ നിന്ന് താഴോട്ട് പോകത്തുമില്ല. റിട്ടേൺ റോഡിലോട്ട് തന്നെ ഉരുണ്ട് വരും കേട്ടോ. അതാണ് ആ ചക്രവും ആയിട്ട് അത് വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ബസ്സോ അതുപോലെ ചരക്ക് ലോറി എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ ഒന്ന് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോക്ക് ഭയങ്കര പാടാണ് കേട്ടോ. പക്ഷേ വഴിക്ക് വീതിയുണ്ട്, നല്ല വളവുകളും. അത് തന്നെയല്ല, ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും കയറി പോകാൻ വലിയ പാടാണ് കേട്ടോ. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതലുണ്ട് ഇല്ലിയാണ് കേട്ടോ. വലിയ ഇല്ലി എന്ന് പറഞ്ഞാൽ വലിയ ഇല്ലി ത്രൂകളല്ല, ചെറിയ അതുണ്ട്. ഒരു ചെക്ക് ഡാമാണ്. വെള്ളമൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും കാണാൻ നല്ല വൈബാണ് കേട്ടോ ഇങ്ങോട്ടുള്ള ഈ ഒരു യാത്ര. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. നല്ല പച്ചപ്പിന് ഇടവഴി. ഇപ്പോൾ ഒരു ചെറിയൊരു മഴയാണ് പെയ്യാനുണ്ടോ. ഈ റോഡ് അങ്ങോട്ട് കറക്കും. അപ്പോൾ എന്നാ സുഖം എന്ന് പറയുക യാത്ര ചെയ്യാൻ. കുറച്ച് ഭാഗത്ത് തന്നെയാണല്ലോ വഴി ഭയങ്കര മോശമാണ് കേട്ടോ. അതിന് വേറൊന്നുണ്ട്. ഇതിലേ പോകുന്ന ലോഡ് വണ്ടി, അതായത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് കേരളത്തിലോട്ട് കൂടുതലും കല്ലുകളും പാറപ്പൊടികളും പിന്നെ മിറ്റിലൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ വലിയ ലോറി, അത് വലിയ ടോർസാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ഇട്ട് കയറുന്നോടത്തൊക്കെയാണ് ഈ ടയർ പിടിക്കുമ്പോഴാണ് റോഡൊക്കെ പൊളിയുന്നത്. ഉണ്ടോ, സെറ്റപ്പല്ല ഉണ്ടോ, അടിപൊളിയാണ് കേട്ടോ. കുറേ എല്ലാം വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഓഹോ, ഇത്ര മാറി ഇരിക്കുന്നത്. ഇവിടെ ഞാൻ നിർത്തി കഴിഞ്ഞാണ്ടല്ലോ മാറി നമ്മളെ പൊതിയും. ദാസപ്പനെ ഒരു പരിവാക്കും. ഓ ഫ്രീക്കൻ, അവൻ്റെ മുടിയിരിക്കുന്നു നോക്കി. എങ്ങനെ പോറാ ഇഷ്ടംപോലെ കുറകുകളാണ് കേട്ടോ, കുറകുകൾ. ഇപ്പം നിർത്തി കഴിഞ്ഞാൽ ഇമാര് നമ്മളെ വഹിക്കും. ഇവിടെ നല്ലൊരു ഫോട്ടോഷൂട്ട് ഹൈലൈറ്റ് ഉള്ളൊരു പ്രദേശമായിരുന്നു കേട്ടോ. ഈ വേരെല്ലാം ഇറങ്ങി കിടന്ന്. പക്ഷേ ഇതെന്തോ കുറച്ചൊക്കെ വെട്ടിക്കിടന്നുണ്ട്. എന്നാലും നല്ല രസമല്ലേ കാണാം കേട്ടോ. നല്ല അടിപൊളി രസമാണ്. ഇവിടുത്തെ ബൈക്കിലൊക്കെ വരുന്ന ലോഡ് കണ്ടോ. ഒരു പിക്കപ്പ് കൊണ്ടിരുന്ന അത്ര ലോഡാണ് കേട്ടോ. കണ്ടോ എന്നാ രസം നോക്കിയാൽ ഇവിടുത്തെ വാരിക്കേട്. അത്രയും ലോഡാണ്. നമ്മുടെ കേരളത്തിനാണെങ്കിൽ പിടിച്ച് നമ്മുടെ MPD പിടിച്ച് പൊക്കത്തിടും. ഇവിടെ ഒരു വിഷയമില്ല. ഹെൽമെറ്റും വേണ്ട, ഒന്നും വേണ്ട. 3, 4, 5 പേരാ പോകുന്നത്. നമ്മുടെ നാട്ടിലെങ്ങാനും ആണെങ്കിൽ ആഹാ നല്ല സ്ഥലമാണ് കേട്ടോ. ഇത് സ്ഥലമെന്ന് നോക്കി ചുമ്മാ ഇങ്ങനെ കിടക്കുന്ന തരിശ് ഭൂമിയായിട്ട്. ഇതൊരു 1 മാസം വരെ കഴിയട്ടെ, അന്നേരമാണ് അറിയാൻ പോകുന്നത്. ഇതെല്ലാം അങ്ങോട്ട് ഉണങ്ങിയിട്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നമ്മുടെ കമ്പം ടൗണിൻ്റെയൊക്കെ ഒരു കാഴ്ച ഇവിടുന്ന് കാണാൻ കേട്ടോ. അതുപോലത്തെ ഒരു വ്യൂ പോയിൻ്റാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ തമിഴ്നാട് കമ്പത്തിൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇവിടുന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഉയരത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വളവുകളെല്ലാം ഇറങ്ങി താഴോട്ട് പോയാലേ നമുക്ക് കമ്പത്തോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ 18 വളവ്. അപ്പോൾ ആ കാണുന്ന
തമിഴ്നാടിൻ്റെ കൃഷിയിടമാണ് കേട്ടോ. ഒരുപാട് മാവും പുളിയൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ, ഉയർത്തി നിൽക്കുന്നത്. പിന്നെ അല്ലാതെ നിൽക്കുന്ന കടലകൾ, കടല, പയർ, കിഴങ്ങ്, ഇങ്ങനെയുള്ള കുറേ കൃഷികൾ, പിന്നെ മാവ്. പിന്നെ എന്താ പറയുക, അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം ഇവിടുത്തെ ഈ കാഴ്ച എന്താണ്. കണ്ടോ, അപ്പന അവിടെ ഇരിപ്പുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു വളവിൻ്റെ ഇവിടുന്ന് ഒരുപാട് വണ്ടികളൊക്കെ താഴോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ മതിലിന് ശകലം വീതി കൂട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇഷ്ടം പോലെ ലോഡ് വണ്ടി വന്നു കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലേ, ഇത് വരുന്ന തോർത്ത് വരുന്ന മരങ്ങളുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള തോർത്തമാണ് വരുന്നത്. അപ്പം ധാരാളം വണ്ടികളുണ്ട് കേട്ടോ ഇന്നേ ദിവസം കേട്ടോ. ഈ വരുന്നതാണ് കേട്ടോ നമ്മുടെ തമിഴ്നാടിൻ്റെ RMGC. എന്നാ സെറ്റല്ലേ, അടിപൊളി. ഓ, ഈ പേര് വീടാണ്, അടിപൊളി. ഇതിനെ വരുന്ന 2 വീലേഴ്സ് എന്ന് കാണല്ലേ, ഒരു വിഷയമില്ല, അവർ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഇഷ്ടംപോലെ വണ്ടിയുണ്ട് കേട്ടോ. വണ്ടികളൊക്കെ മുന്നിൽ ഓട്ടോയ്ക്ക് കയറി പോകാൻ പറഞ്ഞാൽ ഇച്ചിരി റിസ്ക്കാണ് കേട്ടോ. ഇവിടെ ഇവിടെ കാണുന്ന ഈ മരങ്ങളെല്ലാം ഉണ്ടല്ലോ, തമിഴ്നാട് സർക്കാർ വെച്ച് പിടിപ്പിച്ചാണ് കേട്ടോ. അവരുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഉള്ളിലോട്ട് ആരും കയറില്ല പറഞ്ഞു. അവിടെ ഒരു പുലിയുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ കയറുന്നില്ല. അടിപൊളി ഇരിക്കുന്നുണ്ട്. എല്ലാം നല്ല തപസ് ചെയ്യുന്ന പോലെ ഇരിക്കുന്നത്. ആഹാ, ഓടുന്ന വണ്ടിയിൽ ഇമാർ ചാടി കയറിയല്ലോ കേട്ടോ. നിർത്തിയിരുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ അരക്കെ നോക്കും. ഗ്ലാസ്സുള്ള മറ്റേ കാറുകളൊക്കെ ആണെങ്കിൽ ഗ്ലാസ്സൊക്കെ അടച്ച് കയറ്റിയിട്ടണം. സാധാരണ ടൂ വീലറൊക്കെയാണ് അമ്മാരത് കയറി അമ്മാരെല്ലാം കണ്ണാടിയൊക്കെ തിരിച്ച് വെച്ചൊരു പരുവാക്കും. അപ്പോൾ ഇവിടെയുള്ള ഈ മരങ്ങളെല്ലാം തമിഴ്നാട് സർക്കാർ വെച്ച് പിടിപ്പിച്ചാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇവിടെ നല്ല ഉണക്കേക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ചൂടിനെ പ്രതികരിക്കാൻ രീതിയിലുള്ള മരങ്ങളാണ് ഈ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് തിരിച്ച് ഒരു 5:30-ക്കുള്ളിൽ കയറണം കേട്ടോ, അല്ലപോലെ ഇരുട്ടാവും. ഇഷ്ടം പോലെ. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്തോറും നല്ല ചൂട് ആരംഭിച്ച് തുടങ്ങി കേട്ടോ. ആഹാ, വണ്ടി ഓടി തീർന്നിട്ടില്ല. എൻ്റെ ഫ്രണ്ടിൽ കുറേ വണ്ടികളുണ്ടായിരുന്നില്ല, അതിനാട്ടാണ് പോകുന്നല്ലോ, വരിയായിട്ട്. കാരണം ഫ്രണ്ടിലൊരു RMGC പോയി. RMGC പോകുന്നത് കൊണ്ട് ഓട്ടോയ്ക്ക് ഇത് കയറി പോകാൻ പറ്റത്തില്ല. വഴിക്ക് നല്ല വീതിയുണ്ട്. 10 മീറ്റർ ഗ്യാപ്പിൽ വളവുകളും കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് വണ്ടി ഓട്ടോയ്ക്ക് ഇത് കയറി പോകാത്തത്. ഉണ്ട്, ഇങ്ങോട്ടൊക്കെ ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക്കിയാണ് കേട്ടോ. എന്ത് വണ്ടി ഒഴുകുന്ന നോക്കി. ഞായറാഴ്ച ദിവസമാണ് ഒരുത്തം തിരക്ക്. സാധാരണ ഇവിടെ തിരക്കെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 6:30 തൊട്ട് ഒരു 8 മണി വരെ തിരക്കാണ്. പിന്നെ അത് കൂടാണ്ട് വൈകുന്നേരം 3:30 തൊട്ട് 7 മണി വരെ ഇതിലെ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് ഏലത്തോട്ടത്തിലോട്ട് പണിയാരെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ഒരു മത്സരോട്ടം എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറയല്ല. പക്ഷെ അവരെ സമയത്ത് വീട്ടിലെത്തിക്കുക എന്നുള്ളൊരു കർത്തവ്യമാണ് ഡ്രൈവർമാർക്കുള്ളത്. പക്ഷെ അതേ രീതിയിലുള്ള സ്പീഡാണ് ഇതിലെ വൈകിട്ട് വരുന്നത്. എൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഉണ്ടോ, ഹെൽമെറ്റ് പോലും ഇല്ല. 3 പേര്. ആ 3 പേർക്ക് തൂക്കമുള്ള ലോഡും വണ്ടികളും ഉണ്ട്. ഇതിലുള്ളൊരു യാത്ര ഒരു വൈബ് തന്നെയാണ് കേട്ടോ. നമുക്ക് കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. നല്ല പച്ചപ്പ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊക്കെ ഇതുപോലുള്ള പച്ചപ്പൊന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല കേട്ടോ. നേരത്തെ ഉണക്കായ പേരിൽ എല്ലാം ഉണങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ കണ്ടോ, അപ്പോൾ മാർച്ച് മാസമായിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഇവിടെ ഉണക്കം ആരംഭിക്കാൻ കിടക്കുന്നുള്ളൂ. അന്നേരം ഇതിലെ വരവ് നടക്കുന്നത്. ചൂട് കാണേണ്ട രക്ഷയില്ല കേട്ടോ. ഓ, ഒരു ബൈക്കിലുള്ള ഓണാണ് കേട്ടോ. എന്നെ കണ്ടപ്പോൾ ഓണടിക്കുന്ന. അപ്പോൾ ഇനി അങ്ങോട്ട് വളവുകളൊക്കെ തീർന്നു കേട്ടോ. നമ്മളെല്ലാ വളവുകളും നമ്മൾ എടുത്തില്ല. അപ്പോൾ നമ്മൾ ഏതൊരു കമ്പത്തോട് അടുത്ത് കേട്ടോ. കമ്പം സിറ്റിയോട് അടുത്തു. നമ്മൾ അത്രയും മലയുടെ ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത് കേട്ടോ.
കാണുന്ന മലയുടെ അതിലാണ് വന്നത് നമ്മൾ. ഇതിനകത്തൊരു വഴിയൊന്നും കാണാൻ പറ്റത്തില്ല, പക്ഷേ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ മതി. വലിയ വളവളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ബൈക്കിൽ വരുന്നവരൊക്കെ നമ്മൾ ഒരുമാതിരി ഭീകരമായിട്ടാണ് നോക്കുന്നത് കേട്ടോ. നമ്മൾ വേറെ ഒന്നും കാണിക്കുന്നില്ല. ഇതുപോലെ നമ്മൾ വണ്ടിയെ നമ്മൾ വീഡിയോ പിടിച്ച് നമ്മൾ പോരുന്നത് മാത്രമേ ഉള്ളൂ. അയ്യാടാ, ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് വളവ്. ഒരു വണ്ടി വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് വളവ്. അരക്കിലോറിയാണ് കേട്ടോ. അങ്ങോട്ട് നിരപ്പ് പ്രദേശമാണ്, ചൂടുവായി കണ്ടോ. വണ്ടികളൊക്കെ ഇങ്ങനെ ഒഴുകി വരുവാണ് കേട്ടോ. അതുകൊണ്ടോ ഈ കാണുന്ന എല്ലാം ഉണ്ടോ, ഒരു കാളവണ്ടി കിടക്കുന്നു. ഒരുപാട് കാളവണ്ടിയുണ്ട് കണ്ടോ. നമ്മളൊരു ബോർഡ് വെച്ചിരിക്കുന്നു. കമ്പംമേട്ട് 8 കിലോമീറ്റർ, ശബരിമല 143 കിലോമീറ്റർ, ഇടുക്കി 66 കിലോമീറ്റർ. ഇടുക്കി ജില്ലയാണോ ഇടുക്കി ഡാമാണോ ഒന്നും തരില്ല കേട്ടോ. ഇതിനെല്ലാം 66 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന എല്ലാം പുളിമരമാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞാണ് പുളിയിലെ. നമ്മുടെ നാട്ടിലൊക്കെ പുളിയുടെ വിളവെടുക്കാറായി വരുന്നുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ പുളിയുടെയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞ് അടുത്ത പുളി പൂക്കാറായി കേട്ടോ. വേണ്ട വേണ്ട എങ്ക പോറേ കമ്പമേട്ട് കേരള. ശരി. അപ്പോൾ അണ്ണന്മാർ ചോദിച്ചത് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നാണ് ചോദിച്ചത് കേട്ടോ. പക്ഷെ നമുക്കങ്ങനെ ഹെൽപ്പ് ഇല്ലെന്ന്. റൈഡർ പ്രേമി. അപ്പോൾ ഇതുണ്ടോ, ഇവിടെ ഒരു ഫാമാണ് കേട്ടോ, ആട് ഫാം, കാളവണ്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു കാളവണ്ടിയൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. ഉണ്ടോ, ഇതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് ഇങ്ങനത്തെ കാളവണ്ടിയൊക്കെ കാണാൻ പറ്റുന്ന നടത്തില്ല. ഉണ്ടോ, ഒരു കാളവണ്ടി ഉണ്ടോ, സെറ്റല്ലേ, അടിപൊളി സെറ്റാണ്. അപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല, അങ്ങോട്ടെല്ലാം നല്ല കൃഷിയിടമാണ് കേട്ടോ. അവിടെ എല്ലാം ഉണ്ട്, നല്ല നല്ല കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് നല്ല മനുഷ്യനാണ് കേട്ടോ. അവിടെ ഇറങ്ങുന്നപ്പോൾ നമ്മളോട് ചോദിച്ചു എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന്. നമ്മൾ ഹെൽപ്പ്, ഞാൻ പറഞ്ഞു യൂട്യൂബറാന്ന് പറഞ്ഞു, നമ്മുടെ വീഡിയോ അവരെല്ലാം കണ്ട് സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി മുന്നോട്ട് പോകണം കേട്ടോ. ഇവിടുത്തെ ഈ കൃഷിയിടങ്ങളൊക്കെ ഇനി ചെയ്യാനാണ് കേട്ടോ. അതായത് എടുത്തിട്ട് ഉഴുതു മറിച്ചിട്ടിരിക്കുകയാണ്. അടുത്ത കൃഷിക്ക് വേണ്ടി തയ്യാറെടുപ്പായിട്ട് കിടക്കുവാണ്. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് ഫാക്ടറികളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ വേപ്പ് പിണ്ണാക്ക് ഫാക്ടറികൾ. അപ്പോൾ അതിനല്ല ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ, മുസ്ലിം പള്ളി കേട്ടോ. അതായത് ലേഡീസിനൊക്കെ നിസ്കരിക്കാൻ പറ്റുന്ന പള്ളിയാണ് കേട്ടോ. പിന്നെ അതന്നെല്ലാം നല്ല കാര്യമാണ് കേട്ടോ. മാവൊക്കെ പൂത്ത് നിൽക്കട്ടോ. ഇതൊരു മാവും തോട്ടമാണ്, മേളിൽ നിന്ന് കണ്ടില്ല, അത് മാവും തോട്ടമാണ്. ഈ കാണുന്നുണ്ടോ അല്ലേ, ബൊഫേമുല്ല. നമ്മുടെ കേരളത്തിലെ ഈ തന്നെ ബൊഫേമുല്ല അല്ല, വെള്ളയും വയലറ്റും റോസും ഇടകളർ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ ബൊഫേമുല്ല. നല്ല കാഴ്ചയാണ് കേട്ടോ. അതെല്ലാം വലിയ ഭയങ്കരമായിട്ടുള്ള ഫാക്ടറിയാണ് കേട്ടോ നിൽക്കുന്നുണ്ടോ. ഇവിടെ ഒരു നയാരുടെ ഒരു പമ്പുണ്ട്. ഇത് മൊത്തം പഞ്ഞിത്തോട്ടമാണ് കേട്ടോ, പഞ്ഞി. നല്ല വിളവെടുപ്പിന് വേണ്ടിയിട്ട് വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഉഴുത് മറിച്ചിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് വെള്ളം നിറച്ച് ഇനി അടുത്ത കൃഷി അവർ തുടങ്ങും കേട്ടോ. പിന്നെ നമുക്ക് അങ്ങോട്ടൊന്ന് കയറണമെന്നുണ്ട്. വഴികൾ ഒന്നും കാണുന്നില്ല, വെയിലുകൾ. എന്നാലും തമിഴ്നാടിൻ്റെ ഈ കൃഷിയിടങ്ങൾ കാണാൻ നല്ലൊരു ചന്തമാണ് കേട്ടോ. അതായത് ലെവൽ റോഡ് സമാന്തരം നിരപ്പിലാണ് കേട്ടോ. പക്ഷെ ഇങ്ങോട്ടൊക്കെ ഒരുപാട് കാളകൾ കേട്ടോ. ഈ കാളകളെ കൊണ്ടൊക്കെയാണ് ഉഴുതിക്കുന്നത്. പിന്നെ ട്രാക്ടറും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉഴുത്തുകാളയാണ്, ഇതിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ എന്ത് കൃഷിയാണ് ചെയ്തിരുന്നത് നമുക്കറിയത്തില്ല. അതിന് മുമ്പ് വന്നിരുന്നത് നമുക്ക് കാണാൻ പറ്റിയേനെ നമുക്ക് എന്ത് കൃഷിയായിരുന്നുള്ള. പക്ഷെ അടുത്ത കൃഷിക്കായിട്ടിത് തയ്യാറെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി വെള്ളം മാത്രം കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് ഉഴുത് കൂത്ത് മാറ്റി കൃഷിയിടങ്ങളങ്ങ് ആക്കും അങ്ങോട്ട്. ഹെൽമറ്റ് പോലും വേണ്ട. അതാണ് നമ്മുടെ ഈ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച. പുളിമരം. ഇതിപ്പോൾ റോഡിൻ്റെ 2 സൈഡും ഉണ്ടായിരുന്നു. വീതി കൂടുതലായിട്ട് ഒരു സൈഡിലെ പുളിയൊക്കെ അങ്ങ് പറിച്ചു കളഞ്ഞു. എന്നാലും 2 സൈഡിലെ പുളിമരം അവർ പറിച്ച് കളഞ്ഞിട്ടില്ല. ഒരു സൈഡിലെ പുളിയെ അവർ പറിച്ച് കളഞ്ഞിട്ടുള്ളൂ കേട്ടോ. കാരണം അത്രയും ഇതിനെ അവർ പരിപാലിച്ച് നിർത്തിയിട്ടുണ്ട്. വണ്ടികളൊക്കെ അടിപൊളി വഴി, പറയാൻ പറ്റില്ല. റബ്ബറൈസർ എന്ന് പറഞ്ഞാൽ ഇതാണ് റബ്ബറൈസർ റോഡ്. എന്നാൽ നമ്മുടെ കേരളത്തിലെ കാട്ടിലും കേട്ടോ റബ്ബറൈസർ റോഡ് കേട്ടോ. ഇതൊരു ഫാക്ടറിയാണ് കേട്ടോ. പ്ലാസ്റ്റിക് പിന്നെ പൊട്ടിച്ച് വേറെന്തോ ഇതൊക്കെ ആക്കുന്നതാണ് കേട്ടോ. ഒരുപാടുണ്ട് കേട്ടോ. ഇതൊരു മില്ലാണ്. ഇതാണ് ഹൈവേ ആണ് കേട്ടോ. ഇതേ വരുന്നുണ്ടോ ആട്ടുംകൂട്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരു ബറ്റാലിൽ അങ്ങ് പോയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട്
ഇതൊരു ഭാഗ്യമാണ് കേട്ടോ. തമിഴ്നാട്ടിൽ ധാരാളം ചെമ്മരിയാടല്ല, എന്തോ ചെമ്മരിയാട് ഇനത്തിൽപ്പെട്ട ഒരു ആടാണ്. പിന്നെ കൂടുതൽ പശുവുണ്ട് കേട്ടോ. ആ കാണുന്ന നമ്മുടെ കുമ്പളയോട്ടുള്ള ഹൈവേ ആണ് കേട്ടോ. ഇതിലാണ് നമ്മൾ വന്നത്. ഇതിങ്ങനെ നേരെ പോകുന്ന കമ്പം സിറ്റിയിലോട്ട്. അപ്പം ഈ ആട്ടുമാമകൾ പോകുന്നതാണ് നമ്മുടെ തേനിയിലോട്ട് പോകുന്നത് കേട്ടോ. അതായത് തമിഴ്നാട് തേനി, ദിണ്ടുക്കൽ, മധുരയൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിക്കുകയാണ് കേട്ടോ. എടാ ഓടിച്ചല്ല ആണ്ടാ അതിൻ്റെ ഓടിച്ചല്ല. അപ്പോൾ ആടിൻ്റെ കാവൽക്കാരാണ് കേട്ടോ. കാവൽക്കാരനാണ് പോയ കേട്ടോ. പട്ടി കേട്ടോ. ഒരു ഓട്ട് വാങ്ങിച്ച് ഉറങ്ങിപ്പോയെന്ന് തോന്നേ. ഒരു പോയത് അറിഞ്ഞില്ല. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഔട്ടർ എടുക്കുന്നവരെ ഇതൊരു പോലീസുകാരുടെ സ്റ്റേ ചെയ്യുന്ന ഇതാണ് കേട്ടോ, രാത്രി കാലങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെറിയ വീഡിയോ ആണ്, വൈൻഡപ്പ് ചെയ്യണം. ഭയങ്കര ചൂടാണ്. നമ്മുടെ മുഖത്തിൻ്റെയൊക്കെ ലുക്ക് കാണുമ്പോൾ പറയാം ചൂടിൻ്റെ എന്തോരം കാഠിന്യം ഉണ്ടെന്നുള്ളത്. നമ്മളങ്ങനെ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിന് ഭാഗം ഷൂട്ട് ചെയ്തില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിറങ്ങി വന്നത്. എന്നാലും നല്ല കാഴ്ചയാണ് കേട്ടോ. ഉണക്കൊന്നും ആയിട്ടില്ല, നല്ല പച്ചപ്പ്. പക്ഷേ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങി വന്നപ്പോൾ നല്ല ചൂടായി കേട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല അതിഗംഭീരമായിട്ടുള്ള ചൂടാണ്. അപ്പം ഇങ്ങോട്ട് വരുന്നൊരു വെള്ളമൊക്കെ തിളപ്പിച്ച് കൊണ്ടുവരിക. പക്ഷെ എന്നാലും ധാരാളം ഫ്രൂട്ട്സ് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സുകൾ മേടിച്ച് നമ്മൾ കഴിക്കുക. ഭയങ്കര ചൂടാണ്.